Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science. Muadal, Kudapuram, Malappuram. സ്ത്രീ സുരക്ഷ സാമൂഹിക ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യവുമായി വിമൺ ഇന്ത്യ മൂവ്മെന്റ് 2024 ഒക്ടോബർ 2 മുതൽ ഡിസംബർ 2 വരെ നടക്കുന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി വിമൺ ഇന്ത്യ മൂവ്മെന്റ് കോട്ടക്കൽ കമ്മിറ്റി വളാഞ്ചേരി ഗാന്ധി സ്ക്വയറിൽ വെച്ച് കാൻഡിൽ മാർച്ച് സംഘടിപ്പിച്ചു. വിമൺ ഇന്ത്യ മൂവ്മെന്റ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സാജിദ ടീച്ചർ, കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് ഖദീജ ബഷീർ, കോട്ടക്കൽ മണ്ഡലം കൗൺസിൽ അംഗങ്ങളായ നൌഫി, റഹ്മത്ത്, ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി. ജനാധിപത്യം വാഴും നാട്ടിൽ ഭരണകൂടത്തിന് കഴിയുന്നില്ല. നീതി സർക്കാരെ ഈ ഗുലാം സിന്ദാബാദ്. സ്ത്രീധനമെന്നൊരു മഹാമാരി നിയമം മൂലം തുടച്ചു നീക്കാൻ അടിച്ചു നിൽക്കും ഭരണക്കാരെ. നിങ്ങൾ ചെയ്യും ക്രൂരതകൾ എണ്ണിയും ജീവൻ തുറക്കുന്നു. വിമൺ ഇന്ത്യ മൂവ്മെന്റ് സിന്ദാബാദ്. ദേശീയ ക്യാമ്പയിൻ സിന്ദാബാദ്. സ്ത്രീ സുരക്ഷ ക്യാമ്പയിൻ സിന്ദാബാദ്. വിവേചനവും അക്രമവും പെൺകുഞ്ഞുങ്ങൾ മാതാക്കൾ നേരിടുന്ന കാലത്ത് അവരുടെ നീതി ഉറപ്പാക്കാൻ കൊല്ലം സ്ത്രീധന മുന്നേറ്റം. ഇൻകുലാബ് സിന്ദാബാദ്. വിമൺ ഇന്ത്യ മൂവ്മെന്റ് സിന്ദാബാദ്. ദേശീയ ക്യാമ്പയിൻ സിന്ദാബാദ്. ദേശീയ തലത്തിൽ നടത്തിവരുന്ന സ്ത്രീ സുരക്ഷ സാമൂഹിക ക്യാമ്പയിന്റെ ഭാഗമായുള്ള കാൻഡിൽ പൊട്ടിച്ചാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്ത്രീ സമൂഹം എത്ര സുരക്ഷിതരാണെന്ന്. കാരണം നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് 1945 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. പക്ഷേ സ്ത്രീ സമൂഹം ഇന്നും സ്വാതന്ത്ര്യം നേടിയിട്ടില്ല. ഒരു രാത്രി ഒരു സ്ത്രീ ഒരു സമൂഹത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മുടെ എറണാകുളത്ത് നടന്നൊരു സ്ത്രീയുടെ കഥ തന്നെ പറയാം. അവരുടെ കുട്ടിയുടെ വിഷയത്തിന് വേണ്ടി ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അവരെ ഒരുപാട് ആളുകൾ അതിലൊരു സമൂഹ മാധ്യമത്തിലൂടെ മാറിയതുണ്ടായി. അതുപോലെ തന്നെ മണിപ്പൂരിലെ കലാപം, അവിടെ എന്ത് പ്രശ്നത്തിൽ സ്ത്രീകളാണ് ഉത്തരവാദിത്വം. അവിടെ മലയാളമാണ്, മണിപ്പൂരിൽ അങ്ങനത്തെ കേരളത്തിൽ അങ്ങനെയുള്ള വിഷയങ്ങളാണ്. പക്ഷെ അവിടെ സ്ത്രീയാണ് മാറുന്നത് കൊടുത്തത്, സ്ത്രീകളെയാണ് അവിടെ വേണ്ടിയാണ്. അതുപോലെ തന്നെ പലസ്തീൻ തന്നെ ഉദാഹരണമായിട്ട് എടുക്കുക. അവിടെ നമ്മുടെ സ്ത്രീകളെ കുട്ടികളെയാണ് അവർ ഇല്ലാത്തത്. നമ്മുടെ മണിപ്പൂരിൽ തന്നെ വിഷയം ഒരുപാട് സ്ത്രീകൾ അവർ തെരുവിലൂടെ നടത്തുന്ന അവർക്ക് വിഷയമാണ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിപ്പെരിയാറ്, അതുപോലെ തന്നെ വാളയാർ, ഓരോ ബെഞ്ച് വരുമ്പോൾ മാറി മാറി നടക്കുന്നുണ്ടെന്നല്ലാതെ ഇതുവരെ അവർക്കൊന്നും ഒരു നീതി കിട്ടിയിട്ടില്ല. നമ്മുടെ ക്യാമ്പയിൻ തന്നെ ഉത്തരവാദിത്തം സാമൂഹികമാണെന്ന് പറയും. പക്ഷേ സമൂഹം ചെയ്യുന്നതിൻ്റെ കൂടെ സ്ത്രീകൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്യാങ്ങായിട്ട് ഇത്
രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റും. ഇന്നത്തെ കണക്കനുസരിച്ച് നമ്മുടെ കേരളത്തിൽ 2028-2022 വരെയുള്ള കാലവധിയിൽ 2 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ പീഡനങ്ങളായിട്ടും അതുപോലെ തന്നെ ഗാർഹിക പീഡനമായിട്ടും സ്ത്രീധന പീഡനമായിട്ടും ഇരയാക്കപ്പെട്ടിട്ടുണ്ട്.